ഫാമിലി ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കിളിൻ്റെ ടയർ മാറ്റാൻ പോവാണ്. ടയർ മാറ്റാനായിട്ട് അത് പഞ്ചറായിപ്പോയി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ സൈക്കിൾ കൊണ്ട് ഓഫീസിൽ പോയതാണ്. ഓഫീസിൽ പോയിട്ട് അതിൻ്റെ ഇടയിൽ ഓഫീസിലെത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുമ്പ് അത് ഫുള്ളായിട്ട് പഞ്ചറായിപ്പോയി. അപ്പോൾ ഞാനത് തള്ളി ഓഫീസിലവിടെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അവിടെ നിന്ന് എടുത്തോളുന്നത്. കഴിഞ്ഞ ഒരു 2 ദിവസം 3 ദിവസം മുമ്പ്. എന്നിട്ടത് അതിൻ്റെ ടയറിൻ്റെ ട്യൂബ് ടയർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. എന്നിട്ട് ഞാനത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പിന്നെയും സൈക്കിളും കൊണ്ട് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അത് പിന്നെയും പഞ്ചറായി. അത് തോന്നണം എനിക്ക് അതിൻ്റെ ടയറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതായി തോന്നണേ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിക്കുന്നത് അത് ടയർ അടക്കം മാറ്റാനായിട്ടാണ്. ടയർ ഒരു 1-2 കൊല്ലമായി പഴക്കമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടയറും ട്യൂബും ഒന്നിച്ച് മാറ്റാനായിട്ടാണ്. ഇതുപോലെ തന്നെ ഉണ്ടായിട്ട് നമ്മൾ ബാക്ക് ടയർ ഇതുപോലെ ഒരു പ്രാവശ്യം മാറ്റിയിരുന്നു ഫുള്ളായിട്ട്, ബാക്ക് ടയറിൻ്റെ ടയറും ട്യൂബും അടക്കം. അപ്പോൾ ടയറും ട്യൂബും ഒന്നിച്ച് മാറ്റാനായിട്ടാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ നമുക്ക് ടയറും ട്യൂബും വാങ്ങണം. അപ്പോൾ നമുക്ക് ആദ്യം ടയറും ട്യൂബും വാങ്ങിച്ചു കൊണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇത് നന്നാക്കാം. നമ്മളിപ്പോൾ ടയർ വാങ്ങാൻ പോവാണ്. ടയർ വാങ്ങുന്നത് സ്റ്റാഡ്ലർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ലിങ്കിൽ നിന്ന് കയറിയിട്ട് ഹാൻഡ്സെറ്റോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. ബ്രഹ്മൽ തന്നെയാണ്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ടയർ വാങ്ങാൻ പോണേ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോയിട്ട് അവർ പോണ് നോക്കാം. അപ്പോൾ നമ്മൾ ടയർ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങണേ. ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാഡ്ലർ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ മുമ്പിലെത്തും. അവിടെ നിന്നാണ് നമ്മൾ ടയർ വാങ്ങാൻ പോണേ. അപ്പോൾ നമ്മൾ സ്റ്റാഡ്ലറിൽ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് കാണിച്ചു തരാം. അതിൻ്റെ അടുത്ത് സൈക്കിൾ ഇരിക്കുന്നതും അതുപോലെ ഒരുപാട് വലിയ ഷോപ്പാണിത്. അപ്പോൾ നമ്മൾ സൈക്കിൾ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് അവരോട് ചോദിക്കാം ഏത് ടയറാണ് കറക്റ്റ് എന്ന്.
അപ്പോൾ നമ്മൾ ട്യൂബ് സെലക്ട് ചെയ്തിട്ട് ഇയാളോട് നമ്മൾ ട്യൂബ് ടയറിന് ഫിറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിരുന്നു. അപ്പോൾ ആൾ ടയർ നമുക്ക് സെലക്ട് ചെയ്ത് തരാൻ പോവുകയാണ്. Alles andere ist unwichtig. Okay. Der kann für vorne und für hinten. Das ist ഓക്കെ, danke. kein Problem. Dankeschön. Schönen Tag. Schönes Wochenende. Tschüss. അപ്പോൾ നമുക്ക് ആൾ ടയറൊക്കെ എടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ബില്ല് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാം. ട്രാമ്പലിനെ തിരിച്ച് വീട്ടിൽ പോകണേ. എന്നിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാതെ നമുക്ക് Ja, Karte bezahlen? Danke. Schönes Wochenende. Tschüss. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അതും അപ്പോൾ നമ്മൾ ടയറും ട്യൂബും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ടയറും ട്യൂബും കാണിച്ചു തരാം. അപ്പോൾ ടയറും ട്യൂബും ഇതാണ് ടയർ വാങ്ങിച്ചാണേ. ഈ ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടൂര് വീഡിയോയിൽ ആൾ കാണിച്ചിരുന്നത് ഒരിക്കലും ഇത് ടയറിൻ്റെ അടുത്ത് ഒരിക്കലും പഞ്ചറാവുകയോ അതല്ല അതുപോലെ തന്നെ ഇത് ഡാമേജ് ആവില്ല, അതായത് പൊളിഞ്ഞു പോയിട്ടില്ല ടയർ ഒരിക്കലും. അങ്ങനത്തെ ടയറാണ് നമ്മൾ വാങ്ങിച്ചണേ. ഇത്തിരി വില കൂടുതലുള്ള ടയറാണ് വാങ്ങിച്ചണേ. ഫ്രണ്ടായാലും റിയറിനും ഫ്രണ്ടിനും ഏതാണ്ട് ഒരേപോലത്തെ ടയറാണ് ഉദ്ദേശിക്കുന്നത് അവർ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ 28 ഇഞ്ചിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മളത് 28 ഇഞ്ചിൻ്റെ ടയറും ട്യൂബും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ട്യൂബാണ് വാങ്ങിച്ചത്, 40 mm ട്യൂബ് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കത് റീപ്ലേസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ടയർ ഇപ്പോൾ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടിരിക്കണ്ടില്ലേ, ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ടയർ. അപ്പോൾ നമുക്ക് ഈ ടയറാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ചിട്ടിട്ട് ഈ ടയർ ഊരാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്ന്. ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നേ, ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് ആയിരുന്ന ഒരു പ്ലഗ് ഉണ്ട് ഇതിന്. ആ പ്ലഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ലൈറ്റിന് അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഡിസ്ക് ഇതാണ്. ഡിസ്കിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഡിസ്ക് പുതിയ പോലെ ഇരിക്കണേ, വലിയ തേയ്മാനൊന്നും വന്നിട്ടില്ല. അതായത് ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ടയർ മാത്രം മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കണത് ഈ ടയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ റിമ്മിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ നോക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ട്യൂബും ടയർ ഇട്ടിട്ട് നാശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശ് നഷ്ടമല്ലേ. അപ്പോൾ അതൊക്കെ നോക്കണം. ഇവിടെ തന്നെയാണ്, അവിടെ തന്നെ നേരത്തെ പോലെ സെയിം സ്ഥലത്ത് തന്നെയാണോ നമ്മുടെ ടയർ ട്യൂബ് പഞ്ചറാണോ നോക്കണ്ടേ. അത് നോക്കണം ആദ്യം. നേരത്തെ ഒരു സൈഡിലായിട്ടാണ് ഇത് പഞ്ചറായിട്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിടുന്ന ഇതാണ്. നമ്മുടെ സാധനം ചൈനയിൽ നിന്ന് കിട്ടില്ലേ, ആ സെയിം സാധനം ഞാൻ നമ്മൾ വാങ്ങിച്ചിടുന്ന നാട്ടിൽ നിന്ന് വാങ്ങിച്ചത്.
ഈ എയർ അടിക്കുന്ന സാധനം. ഇവിടെയാണ് പഞ്ചർ. ഇവിടെ ഓട്ട കാണാം നമുക്ക്. അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പ്രശ്നം തീർന്നു. ഇതാണ് ഓട്ട, കണ്ടില്ലേ? ഇതിലാണ് നമുക്ക് പണി കിട്ടിയത് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ. ഇത് ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് നേരത്തെയും വന്നത്. അപ്പം മിക്കതും നമ്മുടെ ടയറുമേ ഇതുണ്ടാവും, ഈ എന്തെങ്കിലും ആണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവും മിക്കതും. നോക്കണത് ടയറിന് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എന്തായാലും ടയർ മാറ്റാം. ടയറിൻ്റെ ഏതാണ്ട് ഇത് തീർന്നുണ്ട് പണി. പക്ഷെ ടയർ നോക്കാൻ പറ്റില്ല, എവിടെയെന്ന് അറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല സാധനം. ഇവിടെ ഒരു ഓട്ട കാണുന്നുണ്ട്, പക്ഷെ അത് ശരിയാണോന്ന് അറിയില്ല. ഇത് ഇവിടെ ഒരു ചെറിയൊരു ഓട്ട കാണാനുണ്ട്, പക്ഷെ അത് തന്നെയാണോ എന്ന് ഉറപ്പില്ല. ഇതിലൊക്കെ ഓട്ട വന്നുണ്ട്. അതെവിടെ കിട്ടിയിട്ടത്? ഇതാണ് സാധനം. ഇതിവിടെ ഒന്നും, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ലല്ലേ. ഇത് ടയറൊക്കെ പോയിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട് ടയറൊക്കെ, സൈഡൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ടയർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ടയർ പല സ്ഥലത്തും ഓട്ട വീണുണ്ട്. കുറച്ച് ദിവസം നാളെയില്ലേ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നുണ്ടല്ലോ. സ്ഥിരമായിട്ട് ഞാൻ സൈക്കിളിന്മേ ഓഫീസിൽ പോവാറ്. ഇവിടെ നിന്ന് നമുക്കൊരു 10 കിലോമീറ്റർ ഉണ്ട് ഓഫീസിലേക്ക്, വൺ സൈഡ്. സാധാരണ അങ്ങനെ പോവാറ് ഞാൻ സാധാരണ. കാരണം ഇവിടെ വേറെ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ അത് കാരണം നമ്മൾ ഓഫീസിലേക്ക് സൈക്കിളിൽ പോയിട്ട് തിരിച്ചതുപോലെ തന്നെ വരും. റിമ്മിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. ടയർ എന്തായാലും ഒന്ന് മാറ്റാൻ പോകുന്നതാണ്. കാരണം ടയറിന്മേ കംപ്ലൈൻറ്റുകളുണ്ട്. കാരണം ഒരു 1.5 കൊല്ലമായിട്ടുള്ള കാരണം ടയറിനെ നിറച്ച് ഉള്ളിൽ തന്നെ സ്ക്രാച്ച് വീണ്ടുണ്ട്. അതിൽ ഉള്ളിൽ തന്നെ വെട്ട് വീണുണ്ട്. അപ്പോൾ ഇനി ആ ടയറിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു പ്രാവശ്യം പോകുമ്പോൾ പിന്നെയും ഇതുപോലെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും മെനക്കെടല്ലേ, കാശ് നഷ്ടമാണ്. കാരണം ട്യൂബിന് തന്നെ നല്ലൊരു കാശുണ്ട്. ഒരു 7 രൂപ ട്യൂബിനുണ്ട്. ടയറിന് ഇപ്പോൾ പുതിയ ടയറിന് ഇപ്പോൾ 34 യൂറോ വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ കാരണം സാധാരണ ടയറിന് ഒരു 10-15 യൂറോ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 12 യൂറോ ഉണ്ടാവുള്ളൂ. ഞാൻ അന്ന് പഴയ ഈ ട്യൂബും സെയിം ട്യൂബാണ് നമ്മൾ വാങ്ങിച്ച സെയിം ട്യൂബ് തന്നെയാണ് പഴയത്. ഇത് വാങ്ങിച്ചത് ബാക്ക് ടയറിലേക്ക് വാങ്ങിച്ചത് സെയിം ട്യൂബാണ്. ഇത് ഇപ്പോൾ ഒരു 6-7 മാസമായി, ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇപ്പോഴും. ടയറിൽ എയർ അടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം സുഖമായിട്ട് നിന്നോളും. ഇത്രയും ദൂരം ഓടിച്ചിട്ടും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല ടയറാണ്. അപ്പോൾ സെയിം ടയറിനെ വാങ്ങിച്ചാണേ നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സൈഡിലേക്കാണ് നമ്മുടെ റിങ്ങിൻ്റെ റൊട്ടേഷൻ വരിക. അപ്പോൾ ആ റിമ്മിൻ്റെ റൊട്ടേഷൻ വരുമ്പോൾ അതേ സൈഡിലേക്ക് തന്നെ വേണം നമ്മുടെ ടയർ ഇടാൻ. ടയറിൻ്റെ റൊട്ടേഷൻ നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. റൊട്ടേഷൻ ഈ സൈഡിലേക്കാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാ, റൊട്ടേഷൻ ഈ സൈഡിലേക്കാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് വേണം നമ്മൾ ഇതിടണമെങ്കിൽ, ടയർ ഇടണമെങ്കിൽ. അപ്പോഴെന്നാലേ നമ്മുടെ ടയറിൻ്റെ ഡയറക്ഷനും കറക്റ്റ് ആവുള്ളൂ, അതുപോലെ റൊട്ടേഷൻ കറക്റ്റ് ആവുള്ളൂ. ഇപ്പം നമ്മൾ റൊട്ടേഷൻ തെറ്റിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഗ്രിപ്പ് കിട്ടില്ല വണ്ടിക്ക്. ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഒരു സൈഡ് കയറ്റാം നമുക്ക്, അതിന് ശേഷം നമുക്ക് ഇത് കയറ്റാനുള്ളതല്ലേ. പുതിയ നമുക്ക് ടയർ ഇട്ടുണ്ട് ഞാൻ ഇത് റൂമിലേക്ക്. ഇനി നമുക്ക് ട്യൂബും കൂടി ഇടാം. മഴ ചെറുതായിട്ട് വരുന്നുണ്ട്, ചെറുതായിട്ട് തൂളുണ്ട് മഴ. അതിന് മുമ്പ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമുക്കിത് ഉള്ളിൽ കൊണ്ട് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. നല്ലൊരു മഴ വരണേ, നല്ല കാർമേഘം ഉണ്ട്. ഈ സൈഡിൽ കണ്ട, ഈ സൈഡിൽ ഒരു ഫുള്ള് നീല കളറാണ്. പക്ഷെ ആ സൈഡിൽ നോക്കിയാൽ ആ സൈഡിൽ കംപ്ലീറ്റ് മഴക്കാറാണ്. ഇവിടുത്തെ ഇന്നലെ ഒരു 60 ഡിഗ്രി അല്ല 60 കിലോമീറ്റർ സ്പീഡിലാണ് ഇന്നലെ കാറ്റ് ഊതിയത്. ഇന്നലെ കാറ്റ് ഊതിയിട്ട് ഇവിടെ കണ്ടില്ലേ ഫുള്ള് സാധനങ്ങളൊക്കെ
എന്നിട്ട് അത്രയും സ്പീഡിലാണ് കാറ്റ് ഊതിയിട്ട്. അത് കാരണം ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. നിന്ന് നിപ്പിൽ മഴ പെയ്യും, നിന്ന് നിപ്പിൽ കാറ്റ് ഊതും, ആ നിലയ്ക്കാണ്, രക്ഷയില്ല. നമുക്ക് എന്തായാലും വേഗം നേരം കളയാണ്ട് നമുക്ക് ട്യൂബ് ടയറിലേക്ക് കയറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. ഫസ്റ്റ് തന്നെ ഈ ഓട്ടയിലേക്ക്. അവിടെ നിന്നാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ സാധനം നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല. മഴ തൂളുണ്ട്, നമുക്ക് വണ്ടി അകത്തേക്ക് വയ്ക്കാം. നല്ല മഴ വരണ്ടേ, അകത്ത് വെച്ചിട്ട് ബാക്കി ചെയ്യാം നമുക്ക്. ഇപ്പോൾ വേണ്ട, നമ്മുടെ ഇവിടെ മഴ വന്നു. ഇവിടെ നിന്ന് മഴ ഇങ്ങനെ വന്നു, ഇവിടെ പോയിട്ടുണ്ട മഴ. ഇതാണ് ഇവിടുത്തെ മഴ. ഇങ്ങനെയാണ് പോകുന്നത് സാധനം. കാറ്റന്മാരി കാറ്റ് ഊതായിട്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. ഭയങ്കര കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ആ കാറ്റ് മഴ കൊണ്ടുപോകണ്ട. ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ വരും. ഇങ്ങനെ അൺപ്രഡിക്റ്റബിളാണ്. അത് കാരണം ഇപ്പോൾ നമ്മൾ തുണി ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി നിർത്തിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ വരും. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കണം. അതാണ് സംഭവം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് കുറച്ചുകൂടി ഇടാമല്ലോ. ശരിക്കും കുറച്ചുകൂടി ഇടാമല്ലോ നമ്മുടെ ടയറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമുക്കതും കൂടി ഇട്ട് ഏതാണ്ട് കറക്റ്റായിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഇത് ഉള്ളിലേക്ക് കയറ്റേ വേണ്ടോ, ഉള്ളിൽ കയറ്റിയിട്ട് നമ്മൾ കുറച്ച് അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് കയറ്റേണ്ട തിരിച്ച് ഡയറക്ഷനിൽ നമ്മൾ ടയർ ഇട്ടിട്ട് പോവുക. അപ്പോൾ ഉള്ളിൽ മടങ്ങി കിടക്കാനുള്ള ചാൻസ് കുറയും. മടങ്ങി ഇടുന്ന കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടയർ ഇട്ടതിന് ശേഷം ഈ സാധനം തള്ളിപ്പോയും പുറത്തേക്ക്. ഇനി നമുക്ക് ഇതിലുള്ള എയർ അടിച്ച് നോക്കാം. പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളൊന്നുകൂടി ദൂരിയിട്ട് ഒന്നുകൂടി ഇടേണ്ടി വരും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പുറത്തു കൊടുത്ത് ചെയ്യാനില്ല. ആദ്യത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ പോലെ തന്നെ ഒരു വണ്ടി നാശമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുത്തു. ഒരു വണ്ടി വീട് ഇത് നന്നാക്കണടുത്ത് കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ ടയർ, എൻ്റെ ഫ്രണ്ട് ടയർ അന്ന് പോയിരുന്നത്. ഫ്രണ്ട് ടയർ എന്നിട്ട് നന്നാക്കി കൊണ്ടുവന്നിട്ട് ആളപ്പം ഒന്നും കാശ് വാങ്ങിച്ചില്ല ഇതിൻ്റെ നിന്ന്. അതായത് ആദ്യത്തെ സർവീസ് ഫ്രീ ആത്രേ. അതിന് ശേഷം അന്ന് ഇതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ പഞ്ചറായി പിന്നെ. എന്നിട്ട് അന്ന് പിന്നെ ഞാൻ കൊണ്ടുകൊടുത്തു ഈ വണ്ടി കൊണ്ടുകൊടുത്തപ്പോൾ ആൾ പറഞ്ഞു ട്യൂബ് മാറ്റിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ടയർ അന്ന് മാറ്റണമെങ്കിൽ ആൾ ചോദിച്ചത് സർവീസ് ചാർജ് 85 രൂപ, 85 യൂറോ. എന്നിട്ട് ഞാനപ്പോൾ പറഞ്ഞു ടയർ മാറ്റണ്ട, ട്യൂബ് മാത്രം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് മാറ്റിയതിന് എൻ്റെ നിന്ന് വാങ്ങിച്ചത് 45 യൂറോയാണ് വാങ്ങിച്ചത്, ഒരു ട്യൂബ് മാത്രം മാറ്റാനായിട്ട്. അത് കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇവ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസും കുറയും, അതുപോലെ തന്നെ നമുക്ക് നല്ല സാധനം കിട്ടും ചെയ്യും. ഇപ്പോൾ ടയറിനും ട്യൂബിനും എനിക്ക് കൂടി വന്നിട്ട് 40 യൂറോ 42 യൂറോ കഷ്ടമായിട്ടുള്ളൂ. അപ്പോൾ ആ കാശുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്യൂബ് കിട്ടുള്ളൂ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എയർ അടിച്ച് നോക്കാം. എയർ അടിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കാം നമുക്ക്.
ടയർ നമ്മുടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടയർ ഇട്ടത് കറക്റ്റായിട്ടില്ലെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗാഡി ഉണ്ടല്ലോ, ഈ ഗാഡിയിൽ നിന്ന് ഈ ടയർ തെന്നിപ്പോരും. ഇപ്പോൾ എൻ്റെ പഴയ ടയറിന് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുകൊടുത്തു ഒന്നുകൂടി. ഈ ടയർ വാങ്ങിച്ച സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ പോയില്ലേ സ്റ്റാർട്ടറിൽ, അവിടെ പോയിട്ട് തന്നെ ശരിയാക്കി. അത് വേറെ ഒരു സർവീസ് ചാർജൊന്നും വാങ്ങില്ല. അന്ന് അവർ തന്ന ടയറിന് വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ സാധനം യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, എല്ലാം പെർഫെക്റ്റാണ്. എല്ലാ സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ടയർ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടയർ കറക്റ്റായിട്ട് ഇതിൻ്റെ ഗാഡിയിലേക്കില്ല. ടയർ ഗാഡിയിലേക്കിനും മറ്റു കാര്യം ശ്രദ്ധിക്കാമല്ലോ. അതായത് ഇപ്പോൾ ഡിസ്ക് ബ്രേക്കാണല്ലോ. അപ്പോൾ ഡിസ്ക് നമ്മുടെ ഈ ടയറിൻ്റെ, അതായത് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടയറിൻ്റെ ഇത് കറക്റ്റ് ഇതാണ് ഡിസ്കിൻ്റെ സാധനം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഡിസ്ക് ഇതാണ് ഇത് ഈസിലേക്ക് പ്രസ് ആവുക. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഈ ഡിസ്ക് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കിടുക. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ പ്ലഗ് ഉണ്ട്, ആ ലൈറ്റിൻ്റെ പ്ലഗ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പോവില്ല. അപ്പോൾ നമ്മുടെ ടയർ കറങ്ങണതിൻ്റെ കൂട്ടത്തിൽ ലൈറ്റും കിടക്കും. കാരണം ഇത് ഹബ് മോട്ടറുള്ള റിമ്മാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റും കറങ്ങും. ഇപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കറങ്ങും ചെയ്യും. ഉണ്ടാ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കറങ്ങുണ്ട. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇനി പിന്നെ സുഖമായിട്ട് ഓടും, യാതൊരു പ്രശ്നമില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ ഓടിയെടുത്ത് 2 നട്ട്, ഈ നട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യണേ. ഈ നട്ടിന് വരെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഈ നട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു നട്ട് ഇടാം. രണ്ടാമത്തെ നെറ്റ് ഈ സൈഡിലിട്ടു, ഈ സൈഡിലിട്ടു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടോ, ഇതിപ്പോൾ കണ്ട, ഇതിപ്പോൾ കുറച്ചുകൂടി അടുത്താണ് നിൽക്കണേ ഈ ഡിസ്കിൻ്റെ. അപ്പോൾ കുറച്ച് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഈ സാധനത്തിന്. ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ സാധനം സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓടുമ്പോൾ ശ്രദ്ധിക്കുക, നോക്കുക ഇതിവിടെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് വീണുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം കറക്റ്റ് ചെയ്യുന്ന. ഇനി നമ്മൾ നട്ട് മുറിക്കാൻ മതി. അപ്പോൾ നമ്മുടെ ടയർ ശരിയുണ്ട്, ടയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. ഇപ്പോൾ അല്ല, ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ഓടിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടിക്ക്. അപ്പോൾ എല്ലാം ശരിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു കണ്ടൻ്റ് ആയിരുന്നു. നമ്മൾ സൈക്കിളിൽ നടക്കണം, അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയിട്ട് അവരോട് സംസാരിച്ചു. അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അവിടെ സംസാരിക്കാൻ പറ്റും, വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു അവരോട് നമ്മുടെ ഇതിൻ്റെ റിമ്മിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ ടയറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടിട്ട് അവരോട് ചോദിച്ചിരുന്നു നമ്മുടെ ടയർ കറക്റ്റാണോ, നമ്മളെടുത്ത ടയർ കറക്റ്റാണോ, അതുപോലെ തന്നെ ടയറല്ല ട്യൂബ് കറക്റ്റാണോ എന്ന് ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് അവർ നമ്മുടെ കൂടെ വന്നിട്ട് ടയർ എടുത്ത് തന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അവരോട്, നമുക്ക് നല്ല ടയറാണ് വേണ്ടത്, സാധാരണ ടയർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രശ്നം വന്ന ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ നല്ല ടയർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് എടുത്ത് തന്നത്. അത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സൈക്കിളിൻ്റെ സ്റ്റോറാണിത്, ഇവിടുത്തെ സ്റ്റാഡ്ലർ എന്ന് പറയുന്നത്, ജർമ്മനിയിൽ തന്നെ. അപ്പോൾ അവർക്ക് ബ്രെമനിലൊരു സ്റ്റോറുണ്ട്, അതാണ് നമ്മളിപ്പോൾ പോയത്. അതുപോലെ തന്നെ ഒരുപാട് ജർമ്മനിയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് അവർക്ക് വേറെ വേറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.